ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരള PSCയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും PSC എക്സാം എഴുതുന്നവരായിരിക്കും. എക്സാം എഴുതുന്നവർക്ക് ഉപകാരപ്രദമായൊരു വീഡിയോ ആണിന്ന് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ബയോളജി സെക്ഷനിലെ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നുള്ള ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളെ പറ്റിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ നിങ്ങൾക്കിനി പുതിയ ഏതൊക്കെ ക്ലാസ്സുകൾ വേണമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ആന്ത്രാക്സ് എന്ന് പറയുന്ന ഒരു രോഗത്തെ പറ്റിയാണ് പറയുന്നത്. ആന്ത്രാക്സ് പരത്തുന്ന ബാക്ടീരിയ ബാസിലസ് ആന്ത്രാസിസ്. ഈ രോഗത്തെ വൂൾ സോട്ടേഴ്സ് രോഗമെന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ശ്വസന വ്യവസ്ഥ, ചർമ്മം എന്നിവയാണ് ഈ രോഗം ബാധിക്കുന്നത്. ഇതൊരു ജന്തുജന്യ രോഗത്തിന് ഉദാഹരണമാണ് ഈ ആന്ത്രാക്സ് എന്ന് പറയുന്ന രോഗം. രണ്ടാമതായി ബോട്ടുലിസം. ബോട്ടുലിസം പരത്തുന്ന ബാക്ടീരിയയുടെ പേരാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ഇതൊരു ഭക്ഷ്യ വിഷബാധയാണ്. ഇത് ചെറുകുടലിനെയാണ് ബാധിക്കുന്നത്. മൂന്നാമതായിട്ട് കോളറ. കോളറയുടെ മറ്റൊരു പേരാണ് അതിസാരം. കോളറ പരത്തുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ കോളറ. ഈ രോഗത്തെ വിഷൂചിക എന്നും നദീജന്യ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ജലജന്യ രോഗമാണ്. ജലജന്യ രോഗം എന്ന് പറഞ്ഞാൽ ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഈ കോളറ എന്ന് പറയുന്നത്. ഈ ജലജന്യ രോഗം ആകുമ്പോഴത്തേക്കും നമ്മൾ അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രതിവിധി എന്ന് പറയുമ്പം ORS ലായനിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ORS എന്താണെന്ന്. ഓറൽ റീഹൈഡ്രേറ്റ് സൊല്യൂഷനാണ് ORS കൊടുക്കുന്നത്. ഈ കോളറയുടെ ഫലമായിട്ട് നമുക്ക് എന്താണ് വയറിളക്കം അതുപോലുള്ള രോഗങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ORS ലായനി കൊടുക്കാറുണ്ട്. അടുത്തതായി നമ്മൾ നോക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ പരത്തുന്ന ബാക്ടീരിയയാണ് കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ്. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. ഇത് തൊണ്ടമുള്ള എന്ന് പറയുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഇതിന് ഫലപ്രദമായിട്ടുള്ളൊരു വാക്സിനാണ് DPT വാക്സിൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഡിസെൻട്രി. ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വയറുകടിയാണ് ഡിസെൻട്രി. ഡിസെൻട്രി പരത്തുന്ന ബാക്ടീരിയയാണ് ഷിഗല്ല ഡിസെൻട്രിയ അല്ലെങ്കിൽ സെഫലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഇത് പരത്തുന്നുണ്ട്. ഈ ഡിസെൻട്രി അല്ലെങ്കിൽ വയറുകടി എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലിനെയാണ് ഈ രോഗം ബാധിക്കുന്നത്. അടുത്തതാണ് ഗൊണേറിയ. ഗൊണേറിയ പരത്തുന്ന ബാക്ടീരിയയാണ് നെസീരിയ ഗൊണേറിയ. ഇതൊരു സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. അടുത്ത രോഗമാണ് ലെപ്രസി. ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠരോഗം. നമുക്കെല്ലാം അറിയായിരിക്കും കുഷ്ഠരോഗം. കുഷ്ഠരോഗം പരത്തുന്ന ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ലെപ്രെ. കുഷ്ഠരോഗം പരത്തുന്ന ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്നത്. ഈ കുഷ്ഠരോഗത്തെ ഹാൻസൺസ് രോഗം എന്നും ഒക്കെ അറിയപ്പെടുന്നു. ഏറ്റവും പഴക്കമേറിയ രോഗമാണ് ഈ കുഷ്ഠരോഗം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാഡീവ്യവസ്ഥ, ചർമ്മം എന്നിവയാണ് ഇത് ബാധിക്കുന്നത്. പരസ്പര സമ്പർക്കത്തിലൂടെ നമുക്ക് പകരുന്ന ഒരു രോഗമാണ് ഈ ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെപ്രസിക്കെതിരെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ കുഷ്ഠരോഗ നിവാരണ ദിനം എന്ന് പറയുന്നത് നമ്മുടെ ജനുവരി. അടുത്ത രോഗമാണ് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. ലെപ്റ്റോസ്പൈറോസിസ് പരത്തുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ ഇറക്റ്റോ ഹെമറാജിക്ക എന്ന് പറയുന്ന ബാക്ടീരിയ. ഇതാണ് ലെപ്റ്റോസ്പൈറ ഇറക്റ്റോ ഹെമറാജിക്ക. ഈ രോഗത്തെ വീൽസ് രോഗമെന്നും 7 ഡേ ഫീവർ എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. കൃഷിക്കാരുടെ രോഗമെന്നറിയപ്പെടുന്നത് ഈ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനിയാണ്. ബ്ലാക്ക് ജോണ്ടിസ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ രോഗം കരൾ, പ്ലീഹ എന്നിവയാണ് ബാധിക്കുന്നത്. നമ്മുടെ ജലം, ഭക്ഷണം എന്നിവയിലൂടെയൊക്കെയാണ് ഇത് പകരുന്നത്. സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള ജലവും അതിലൂടെയൊക്കെയാണിത് പകരുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ഈ എലിപ്പനി എന്ന് പറയുന്നത്. അതുപോലെ ഈ എലിപ്പനിക്ക് കൊടുക്കുന്ന മെഡിസിനാണ് ഡോക്സിസൈക്ലിൻ ഗുളിക. അടുത്തതായിട്ട് പ്ലാഗ്. പ്ലാഗ് പരത്തുന്ന ബാക്ടീരിയയാണ് എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്നത്. കറുത്ത മരണം എന്നറിയപ്പെടുന്നതാണ് പ്ലാഗ്. എലിച്ചെള്ളുകളാണ് പ്ലാഗ് പരത്തുന്നത്. ലിംബ്, ശ്വാസകോശം, രക്തചംക്രമണം എന്നിവയാണ് ഈ പ്ലാഗ് ബാധിക്കുന്നത്. അടുത്തത് ന്യൂമോണിയ. ന്യൂമോണിയ പരത്തുന്ന ബാക്ടീരിയയാണ് ന്യൂമോകോക്കസ് ബാക്ടീരിയ എന്നാണ്. ന്യൂമോകോക്കസ് ബാക്ടീരിയ നമ്മുടെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അടുത്തതായിട്ട്
പെർട്ടൂസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ. ബോർഡെല്ലെ പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് പരത്തുന്നത്. ഇതിന് വൂഫിംഗ് കഫ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഈ പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ എന്ന് പറയുന്നത്. നമ്മുടെ ശ്വസന വ്യവസ്ഥയാണിത് ബാധിക്കുന്നത്. അടുത്തതാണ് സിഫിലസ്. സിഫിലസ് എന്ന് പറയുമ്പോഴത്തേക്കും സിഫിലസ് പരത്തുന്ന ബാക്ടീരിയയാണ് ട്രിപ്പോണിമ പല്ലേഡിയം. ട്രിപ്പോണിമ പല്ലേഡിയം. ഇത് പറങ്കിപ്പുണ്ണെന്നറിയപ്പെടുന്നത് സിഫിലസ് ആണ്. ഇതൊരു സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. എന്ന് വെച്ചാൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമാണ് സിഫിലസ്. സിഫിലസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് VDRL ടെസ്റ്റും വാസർമാൻ ടെസ്റ്റും. അടുത്തത് സാൽമോണല്ലോസിസ്. അടുത്ത രോഗമാണ് സാൽമോണല്ലോസിസ്. സാൽമോണല്ല ബാക്ടീരിയയാണ് ഇത് പരത്തുന്നത്. ഇതൊരു തരം ഭക്ഷ്യവിഷബാധയാണ് ഈ സാൽമോണല്ലോസിസ് എന്ന് പറയുന്നത്. അടുത്ത രോഗമാണ് ടെറ്റനസ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ ടെറ്റനസ് രോഗം പരത്തുന്നത്. ക്ലോസ്ട്രീഡിയം ടെറ്റനി. ലോക്ജോ രോഗമെന്നും കുതിരസന്നി രോഗമെന്നൊക്കെ ഈ രോഗം അറിയപ്പെടുന്നു. നമ്മുടെ സന്ധികൾ, പേശികൾ എന്നിവയാണ് ഈ രോഗം ബാധിക്കുന്നത്. മുറിവിലൂടെ നമ്മുടെ ശരീരത്തിലാണ് ഈ രോഗം എത്തുന്നതിൻ്റെ അണുക്കൾ മുറിവിലൂടെ ശരീരത്തിൽ എത്തുന്നു. ഈ ടെറ്റനസിനെതിരായിട്ടാണ് നമ്മൾ TT എടുക്കുന്നത്. TTയുടെ ഫുൾ ഫോം എന്താണ്? ടെറ്റനസ് ടോക്ലോയിഡ് എന്നാണ് TTയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അടുത്തൊരു രോഗമാണ് ടൈഫോയിഡ്. ടൈഫോയിഡ് പരത്തുന്ന ബാക്ടീരിയയാണ് സാൽമോണല്ല ടൈഫി. ഇതിന് സന്നിപാത ജ്വരമെന്നും എൻട്രിക് ഫീവർ എന്നൊക്കെ ഈ രോഗം അറിയപ്പെടുന്നുണ്ട്. കുടലിനെയാണ് ഈ രോഗം ബാധിക്കുന്നത്. ഈ രോഗം തിരിച്ചറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത രോഗമാണ് ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയം എന്ന് പറയുന്നത്. ക്ഷയം പരത്തുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് അഥവാ ട്യൂബർക്കിൾ ബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു രോഗമാണ് ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. കോക്സ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നു. വെളുത്ത പ്ലാഗ് എന്നറിയപ്പെടുന്നത് ട്യൂബർകുലോസിസ് ആണ്. നമ്മുടെ ശ്വസന വ്യവസ്ഥയാണ് ഈ രോഗം ബാധിക്കുന്നത്. ഈ രോഗം തിരിച്ചറിയാൻ അതിനു വേണ്ടി കൊടുക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ എന്ന് പറയുന്നത്. ഈ രോഗം തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളാണ് മാൻഡോ ടെസ്റ്റും TSTയും. ക്ഷയരോഗ നിവാരണ ദിനം മാർച്ച് 24 ഈ ക്ഷയരോഗത്തിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഡോട്ട്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റാണ് ക്ഷയരോഗത്തിനായിട്ട് നൽകുന്നത്. അപ്പോൾ ഇത്രയാണ് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. താങ്ക്